അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്യാൻ എടുത്തു പറഞ്ഞ 10 ദിവസങ്ങളിൽപ്പെട്ടതാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അല്ലാഹു ആ ദിവസത്തെ പിടിച്ച് സത്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു മഹത്വം എത്രയായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതങ്ങനെ സാധാരണ പോലെയുള്ള ഒരു ദിവസമായിരുന്നുവെങ്കിൽ ആ ദിവസത്തെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്യുമായിരുന്നോ? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാവും പകലും തന്നെയാണ് സത്യം എന്ന് അല്ലാഹു പറയണമെങ്കിൽ ആ ഒരു ദിവസത്തിന്റെ മഹത്വം എത്രയായിരിക്കും? വൽ ഫജ്രി വലയാലിൻ അശ്റ വശഫഇ വൽ വസ്റ വല്ലൈലി ഇദാ യസ്റ ഹൽ ഫീ ദാലിക ഖസമുൽ. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് മുഅ്മിനേ, വൽ ഫജ്ർ, ഫജ്റിനെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്റ, 10 രാത്രികളും. ഏതാണ് ഈ 10 രാത്രി? ഈ 10 രാത്രി ഏതാണ്? അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളാണ് അതിന്റെ ഫജ്റും അതിന്റെ പ്രഭാതവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദിവസങ്ങളെ അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. എന്തുകൊണ്ട്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവർക്ക് നാശം, നഷ്ടം, പരാജയം എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണില്ലേ? ഈ പറയുന്നത് ശ്രദ്ധിക്കണില്ലേ? ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് കിട്ടാത്തവർ, അവർക്ക് നാശം. അന്നബി ദർദാഇ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരാ ശ്രദ്ധിക്കണേ, സഹോദരി ശ്രദ്ധിക്കണേ. മഹാനായ അബൂ ദർദാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലൈക്കും ബിസൗമി അയ്യാമിൽ അശ്ർ وإكثار الدعاء والاستغفار والصدقة فيها فإني سمعت نبيكم محمدا صلى الله عليه وسلم يقول. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ അതിൽ പരമാവധി 1 മുതൽ 9 വരെ നോമ്പെടുക്കാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കണം. കഴിയുന്നവർ അതിന് പരിശ്രമിക്കണം. ഈ ദിവസത്തിൽ ദുആഇനെ വല്ലാതെ വർദ്ധിപ്പിക്കണം. ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങളിൽ പരമാവധി ദുആഇനെ വർദ്ധിപ്പിക്കണം. വൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെയും വർദ്ധിപ്പിക്കണം. വസ്സദഖതി ഫീഹാ, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ സ്വതക്ക കൊടുക്കാനും ശ്രദ്ധിക്കണം. ഏത് ദിവസങ്ങളിലായിട്ട്? ദുൽഹിജ്ജ 1 മുതൽ 9 വരെ ഉള്ള ഈ ഒരു ദിവസങ്ങളുണ്ടല്ലോ, ആദ്യത്തെ 10 ദിവസങ്ങളുണ്ടല്ലോ, ഈ ദിവസങ്ങളിലായി ഉള്ളത് അർഹർക്ക് കൊടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തേ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയോ? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം കേൾക്കണോ? ഫഇന്നീ സമിഅതു നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അൽ വൈലു അൽ വൈലു ലിമൻ ഹുരിമ ഖൈറ അയ്യാമിൽ അശ്ർ. ദുൽഹിജ്ജ മാസത്തിലെ ഈ 10 ദിവസങ്ങളിലെ ഖൈർ തടയപ്പെട്ടവർക്ക് വൈൽ, ഖൈർ തടയപ്പെട്ടവർക്കാണ് സർവനാശവും. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ഒരു ദിവസം പോലും നോമ്പെടുത്തില്ല, ദുആ ചെയ്തില്ല, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചില്ല, ദാനധർമ്മത്തിന് യാതൊരു പരിഗണനയും നൽകിയില്ല, അവർക്കാണ് സർവനാശവും. അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കണം, സ്വതക കൊടുക്കാൻ ശ്രദ്ധിക്കണം. അലൈക്കും ബിസൗമി താസി ഖാസ്വ,
9 ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ്. ഇനി 9 ദിവസവും നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മിനിമം ദുൽഹിജ്ജ 9-നെങ്കിലും അറഫ ദിവസത്തിലെങ്കിലും നിങ്ങൾ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കണം. فإن فيه من الخيرات أكثر من أن يحصاها أن يحصها العدون. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത മഹത്വമാണ് ആ ദിവസത്തിനുള്ളത്, അറഫ ദിവസത്തിനുള്ളത് എന്ന് മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ 1-ന്റെ രാവാണെന്ന് ബോധ്യപ്പെട്ടാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നു, ഒരു തവണയെങ്കിലും സൂറത്തുൽ ഹജ്ജ് ഓതണം. എന്നാലോ ഒരു തവണയെങ്കിലും സൂറത്ത് ഹജ്ജ് ഓതിയാൽ മരണത്തിന് മുമ്പ് ഹജ്ജിനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കുമെന്ന് മഹാന്മാരായ ആരിഫീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്താദേ, ഹജ്ജ് ചെയ്യാൻ തൗഫീഖിന് വേണ്ടി ദ്വാരക്കണേ. മക്ക കാണണം, മദീന കാണണം, ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ചെയ്യാതെ ഇസ്ലാം കാര്യത്തിൽ 5-ാമത്തതായ ഹജ്ജില്ലാതെ മരിച്ചു പോകുന്നൊരു അവസ്ഥ വരുത്തരുത് എന്നൊക്കെ സങ്കടത്തോടെ ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവർ പലരുമുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒന്നാമീൻ പറഞ്ഞേക്ക്, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു ഒഴുകാതെ ആ പുണ്യനാട്ടിൽ നമ്മളെ എത്തിക്കട്ടെ. ഹജ്ജിന് തൗഫീഖ് കിട്ടും. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ രാത്രിയിൽ ഒരാൾ സൂറത്തുൽ ഹജ്ജ് ഓതിയാൽ, ദുൽഹിജ്ജ 1-ന്റെ രാവാണെന്നറിഞ്ഞാൽ, വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫീ വൽ വത്ർ വൽ ലൈലി ഇദാ യസ്ർ, ഈ പവിത്രമായ സൂറത്തുൽ ഫജ്ർ ഉണ്ടല്ലോ, അത് ഓതൽ സുന്നത്താണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫത്ഹുൽ മുഈനിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആദ്യത്തെ രാവിൽ മാത്രല്ല, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10-ൽ എല്ലാ രാത്രിയിലും സൂറത്തുൽ ഫജ്ർ ഓതൽ സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ കഴിയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് വർദ്ധിപ്പിക്കുക. ഒരു 200 ഖുൽ ഹുവല്ലാഹു അഹദെങ്കിലും ഓതാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വലിയ റാഹത്തായിരിക്കും. 200 ഖുൽ ഹുവല്ലാഹു അഹദ്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ഫത്ഹുൽ മുഈനിൽ 200 അദദ് പറഞ്ഞിട്ടുള്ളത്, എണ്ണം പറഞ്ഞിട്ടുള്ളത്. ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെയൊക്കെ ഒരാളെ മാസത്തെ ആദരിച്ചാൽ, ഇതിന്റെ രാവിനെയും പകലിനെയും ഉപയോഗപ്പെടുത്തി ദുആ വർദ്ധിപ്പിച്ചു, നോമ്പിന്റെ കാര്യം ശ്രദ്ധിച്ചു, ഇസ്തിഗ്ഫാർ ശ്രദ്ധിച്ചു, സദഖയുടെ കാര്യം ശ്രദ്ധിച്ചു. അങ്ങനെ മൻ അക്രമ ഹാദിഹിൽ അയ്യാമൽ അശറത അക്രമഹുല്ലാഹു തആല ബിഅശ്രി കറാമാത്ത്. സഹോദര സഹോദരി, ഈ മാസത്തെ ഒരാൾ ഈ നിലയിൽ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ 10 നിലയിൽ അല്ലാഹു അവനെ ആദരിക്കുമെന്ന് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ഗുനിയ എന്ന കിതാബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഈ വയലൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാ, അള്ളാന്റെ തൗഫീഖ് കിട്ടിയാലേ ഇതിനൊക്കെ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ദുൽഖഅദും കണക്കാണ്, ദുൽഹിജ്ജയും കണക്കാണ്. അത് കഴിഞ്ഞ് ഇനി മുഹറം വന്നാലും സഫർ വന്നാലും ഏത് മാസം വന്നാലും പ്രത്യേകിച്ചൊരു പരിഗണനയും നൽകാതെ അങ്ങനെ കഴിഞ്ഞു പോകും. അങ്ങനെ ആവരുത് നമ്മൾ. അല്ലാഹു ആദരിച്ച മാസങ്ങളും ദിവസങ്ങളും അതാ നിലയിൽ കണ്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിനൊക്കെയുള്ളൊരു മനസ്സ് നമുക്ക് തരട്ടെ. തൗഫീഖ് അല്ലാഹു തരട്ടെ. ഭാഗ്യം അല്ലാഹു വിധിക്കട്ടെ.